അപ്പോൾ ഒരു ബിരിയാണി കഴിക്കാൻ പോയാലോ? ഇത് ബിരിയാണിക്കുള്ള പോക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ മോനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ 4 മാസമായിട്ട് ഞാൻ അവനെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് ഇപ്പം തന്നെ പോകാമെന്ന്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇന്ന് ടിക്കറ്റ് എടുത്ത് നാളെ ആംസ്റ്റർഡാമിൽ പോകാൻ മാത്രം പറ്റുമോ? പറ്റുമല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറ്റുമോ എന്നൊക്കെ ചുമ്മാ ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കണ്ടത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ വീഡിയോയിൽ നിങ്ങൾ എന്നെ ചിരിച്ച് മാത്രം കണ്ടുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ട്രെയിനിൽ കയറിയിട്ട് ആദ്യം എനിക്ക് ബസ് കയറണം, ബസ്സിൽ നിന്ന് ട്രെയിൻ കയറണം. ഈ ട്രെയിൻ ആംസ്റ്റർഡാമിൽ എത്തിയിട്ട് വേണം എനിക്ക് നാട്ടിലോട്ടുള്ള ഫ്ലൈറ്റ് എടുക്കാനായിട്ട്. അത് മുംബൈക്കുള്ള ഫ്ലൈറ്റാണ്. എന്നിട്ടാണ് അവിടെ നിന്നാണ് കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് ശരിക്കും കയറേണ്ടത്. അപ്പം ഞാനിങ്ങനെ ഫ്ലൈറ്റിലേക്കൊക്കെ പോകാനായിട്ട് ഞാൻ ഈ ട്രെയിൻ പിടിക്കാനായിട്ട് വലിയ പെട്ടിനകത്ത് കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം തലേദിവസം കയറി വന്ന കാരണം പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പെട്ടി എടുക്കാനൊക്കെ ഹെൽപ്പായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. വിചാരിച്ചതല്ല കേട്ടോ അവൾ അവിടെ ഉണ്ടാവുന്നു. പക്ഷെ അവൾ നിക്കോളിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ നമ്മൾ ആംസ്റ്റർഡാമിലെത്തി. ബാക്കി അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.